guys, we are going for a one night stand in Vagabond. One night stay. ഇന്ന് പോയിട്ട് നാളെ വരും. Bye. Daisies swaying in the fields embrace, smiling faces in every place, gentle laughter in the air, a day so sweet nothing can compare. It's a happy day, I'm feeling fine, the sun shines here and the world aligns, the cozy breeze whispers through the trees, a perfect moment just for me. It's a happy day, I'm feeling fine, the sun shines here and the world aligns, the cozy breeze whispers through the trees, a perfect moment just for me. Let the sky paint a world of blue, feel the magic in all you do. ചെക്ക് ഇൻ ടൈമിന് ഒരു 2 hours മുമ്പ് നമ്മൾ എത്തിയതുകൊണ്ട് നേരെ പ്ലേ ഏരിയയിലേക്ക് വിട്ടു. ഇനി കുറച്ച് ബുദ്ധിയുള്ളവരുടെ കളിയാവാം. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് റെഡി ആയപ്പോൾ നമ്മൾ കഴിക്കാൻ വന്നു. വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ഒരു ഡ്രാഗൺ ചിക്കനും ഒരു ഫ്രൈഡ് റൈസും വാങ്ങി ഞങ്ങൾ ഷെയർ ചെയ്തു. Let's have a room tour. ഫസ്റ്റ് ഇവിടെ നിന്ന് പൊക്കാനുള്ളതാ പാൽപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും വ്യൂ ആണ് കേട്ടോ. ഏത് വിൻഡോ തുറന്നാലും നല്ല ഒരു വ്യൂ ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡൈനിങ് ഏരിയ പോലെ ഉണ്ട്. എക്സ്ട്രാ ബെഡ്, ബാത്റൂം. ഓടി നടന്ന് കുളിക്കാൻ ഗൈസ്, ഓടി നടന്നു നിറയെ സ്ഥലമുണ്ട്. ഇതാണ് ബെഡ്റൂം. അൽമാര. ഇനി ഇവിടെ ഉണ്ട് വ്യൂ. ഈ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യൂ ആണ്. ഇതിന്റെ താഴെ അടിപൊളിയായിട്ട് ദ ഫ്ലവേഴ്സ്. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നൗ ദ മെയിൻ വ്യൂ. ഇതാണ് നമ്മുടെ വ്യൂ. ഇവിടെ ഏത് റിസോർട്ട്, ഏത് റൂം എടുത്താലും ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഒരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ മുട്ടക്കുന്നിലേക്ക് ആദ്യം പോകും. അതിനുശേഷം പൂജനെ ഒരു കുന്നിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ അവിടെ കൊണ്ടുപോകും. ഗൈസ്, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് വാഗമൺ വരുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്, ഞാനും പ്രഫു. അല്ല പക്ഷെ പ്രഫുവിൻ്റെ സ്ഥിരം ഡെസ്റ്റിനേഷനാണ് വാഗമൺ.
പിന്നെ ഏത് ട്രിപ്പിനെ പറ്റി ഓർമ്മ? ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു 11th പഠിക്കുമ്പോൾ. പക്ഷെ അന്ന് ഒരുമിച്ചാണോ കൊണ്ടുവന്നത്? ഗേൾസ് വേറെ ബോയ്സ് വേറെ ആയിരുന്നോ ബസ്സിൽ? സെപ്പറേറ്റ് ബസ്സായിരുന്നു. ഞങ്ങളെ സ്കൂള് ഭയങ്കരമായ സ്കൂൾ, അങ്ങനെയൊക്കെയാ. മിക്സഡ് സ്കൂളാണെങ്കിലും സെപ്പറേറ്റ് വണ്ടി ഒക്കെയാണ് ബോയ്സിനും ഗേൾസിനും. ഗൈസ്, അപ്പോൾ മൊട്ടക്കുന്നിലേക്ക് പോവാണ്. അതിനിടയ്ക്ക് പ്രഭുവിൻ്റെ ഒരു കോമഡി അല്ല, വളിപ്പാണ്. അത് കേട്ടിട്ട് ചിരി വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ ഒന്ന് ചിരിച്ചു കാണിക്കണം, ചിരി വരുന്നുണ്ടെങ്കിൽ. ഞാൻ ചോദിച്ചു മൊട്ടക്കുന്നിൻ്റെ അവിടെ കടകൾ, ചെറിയ ചെറിയ കടകളൊക്കെ കാണോ, തിന്നാൻ വല്ലതും കിട്ടുമെന്ന് ചോദിച്ചു. പ്രഭു പറഞ്ഞു മുട്ട വറുത്തത് കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, ചിരി വരുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. പ്രകൃതി രമണി കണ്ടു പോവാം. ആൾക്കാരുടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇവിടെ ഫ്രീ ആയിട്ട് ഒരു മുട്ടക്കൊന്നുമില്ല. അവിടെ ഉണ്ട്, അവിടെ ബാക്കിൽ ദൂരെ മുട്ടക്കുന്ന് നല്ല ദൂരം. ഇത് തങ്ങൾപ്പാറയിൽ ഇങ്ങനെ ആൾക്കാർ നടക്കുന്നതാണ്. മൊട്ടക്കുന്നിൽ മുട്ട വറുത്തത് മാത്രമല്ല, ഇതുണ്ട്, മുട്ട ബജ്ജിയുണ്ട്, പിന്നെ നൂഡിൽസ്, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. ഇനി നമ്മൾ പോകുന്നത് പ്രഫുന് മാത്രം അറിയാവുന്ന ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ്. അങ്ങനെ അധികം ആർക്കും അറിയാത്ത, ഇപ്പൊ അറിയോന്നറിയില്ല, ഏതായാലും 2-3 വർഷത്തിന് മുന്നേ ആർക്കും അറിയാത്ത സ്ഥലങ്ങൾ പ്രഭുവിന് മാത്രമേ അറിയുള്ളൂ. നോക്കട്ടെ, സ്ഥലം കണ്ടിട്ട് ഞാൻ റേറ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. മഴക്കാറുണ്ട് ഗായ്സ്. ഇവിടെ നല്ല മൗണ്ടൻ ഉണ്ട്. പക്ഷെ പണ്ടാരം പിടിച്ച നമ്മൾ പ്രഭുവിന് മാത്രം അറിയാവുന്ന സ്ഥലത്തെത്തി ഇപ്പൊ. പക്ഷെ അത് കുറെ പേർക്ക് അറിയാൻ തോന്നുന്നു. ഇവിടെ ഫുള്ള് തിരക്ക്. ഇതെന്റെ ഓപ്പോസിറ്റ് സൈഡ്. നല്ല പ്രഭുവിന് നല്ല അടിപൊളി ഫോട്ടോസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു സൈഡിൽ സണ്ണും ഒരു സൈഡിൽ മൂണുമാണ്. അങ്ങനെ വിസ്മയിപ്പിക്കുന്ന രംഗങ്ങളാണ് ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, മൂണ് അവര് ഫേസ് ടു ഫേസ്.
ഒരു പാട്ടില്ലേ, ചന്ദ്രനും സൂര്യനും തമ്മിലെന്തോ എന്താ പിന്നെ മൗനം. പ്രഭുവിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറ. തങ്ങൾപ്പാറയുടെ ഓപ്പോസിറ്റ്. അത് ഹിഡൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവര് തന്നെ പറഞ്ഞു വരുത്തത് ഹിഡൻ ആണ്. ഞാനാണെങ്കിൽ എല്ലാം വിശ്വസിക്കുകയും ചെയ്യും. ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്. ഇപ്പൊ ഹിഡനല്ല, ഇപ്പൊ ഹിഡൻ അല്ല കേട്ടോ. കണ്ടുപിടിച്ചപ്പോ ഹിഡനായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണുവാണ്. ഇതെവിടെ സെറ്റ് ആവുമെന്ന് അറിയില്ല, കാരണം മലയൊന്നും കാണുന്നില്ല. പക്ഷെ ക്ലൗഡ്സ് ഉണ്ട്. താഴെ മലയുണ്ട്, അങ്ങോട്ട് ആയിരിക്കും സെറ്റ് ചെയ്തത്. പക്ഷെ Birds are singing all around. Golden rays kiss the morning dew. Oh, what a day to start anew. It's a happy day, I'm feeling fine. മെയിൻ അട്രാക്ഷൻ. നല്ല ലൊക്കേഷൻ. നമ്മുടെ ഈ ഫാൽക്കൺ റിസോർട്ട് വരുന്നത് ഏലപ്പാറ റോഡ് അവിടെ എവിടെയായിട്ടാണ്. നല്ലൊരു റിസോർട്ടാണ്. നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴി കുറച്ച് കയറ്റം ഇറക്കമൊക്കെ ഉണ്ടെങ്കിലും റോഡൊന്നും അങ്ങനെ മോശമല്ല, നല്ല നീറ്റാണ്. മൊത്തത്തിൽ ഇവിടുത്തെ ആംബിയൻസും റൂമും ഒക്കെ ഭയങ്കര നീറ്റാണ്, ക്ലീനാണ്, നല്ല വ്യൂ ആണ്. പിന്നെ ഫുഡൊക്കെ നല്ലതായിരുന്നു അല്ലേ? നല്ല ഫുഡ്. അപ്പം മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ച്, പിന്നെ ഇത് പെസറട്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് എഴുതിയിരുന്നത്. പയറുദോശയാണ് കേട്ടോ. പിന്നെ ടൊമാറ്റോ സാമ്പാർ, രണ്ടിനെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കോൺഫ്ലെക്സ്, പൂരി മസാല, ബ്രെഡ്, ഓംലെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പിന്നെയും പ്ലേ ഏരിയയിലേക്ക് പോയി. ഞാൻ സീരിയസ് ആയിട്ട് ഈ ഗെയിം കളിച്ചു ആദ്യമായിട്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. എനിക്ക് ശരിക്കും പോകാൻ മൂടൊന്നുമില്ല ഇവിടെ നിന്ന്, പക്ഷെ എന്ത് ചെയ്യാൻ, വൺ ഡേ ട്രിപ്പായിരുന്നു. പ്രിഫേർഡ് റിസപ്ഷനിൽ പോയിരിക്കുക. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമുക്ക് കുറച്ച് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട മാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാൽക്കൺ ക്രസ്റ്റിൽ നിന്ന് വാഗമൺ ഹൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്ക് നമുക്കിങ്ങനെ മാപ്പ് തന്നിട്ടുണ്ട്. ഏരിയയിലേക്ക് നമ്മൾ കാറിൽ പോകണം. അവിടെ നിന്ന് ഒരു ജീപ്പ് സഫാരി പ്ലസ് ബോട്ടിങ്, പിന്നെ കയാക്കിംഗ്, ഈ ഒരു സംഭവത്തിന് 300 ആണ് പെർ ഹെഡ് പാക്കേജ്. നമ്മളതിന് പോകുമെന്നറിയില്ല. അത് കൂടാതെ അവിടെ വേറെ ആക്ടിവിറ്റീസും ഉണ്ട്. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ പെഡൽ ബോട്ട്സ്, കായക്സ്, ATV, സിപ്പ് ലൈൻ, ബഞ്ചി ട്രാംപോളിൻ, പെയിൻറ്റ് ബോൾ, ക്ലൈംബിംഗ് വാൾ, ആർച്ചറി, റൈഫിൾ ഷൂട്ടിംഗ്, റഷ്യൻ ലാഡർ, സ്പൈഡർ നെറ്റ്, ഹൈ റോപ്പ് കോഴ്സസ്, സ്കിൽ ഗെയിംസ്, പിന്നെ സൈക്ലിംഗ് ഉണ്ട്, ട്രെക്കിംഗ്, ഹൈക്കിംഗ്, ക്യാമ്പിംഗ്, അങ്ങനെ. എനിക്കൊന്ന് ഫുൾ പാക്കേജിന് റേറ്റ് 699 ആൻഡ് 999. പാർക്കിൻ്റെ പേര് പെർഫെക്റ്റ് ടെൻസ് അഡ്വെഞ്ചേഴ്സ് ആണ്. തങ്കക്കാനം എസ്റ്റേറ്റ്, വാഗമൺ ഹൈറ്റ്സ്. പിന്നെ നമ്മൾ JC ഹിൽസ് റിസോർട്ട്സ് വഴി KPM ടൂറിസ്റ്റ് വില്ലേജിലേക്ക് പോകുന്ന ഒരു റൂട്ടാണിത്. പ്രഭു പറയുന്നത് വാഗമണിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴി ഇവിടെയാണെന്നാണ്. So sweet, nothing can compare. It's a happy day, I'm
feeling fine. The sun shines here and the world aligns. The cozy breeze whispers through the trees. A perfect moment just for me. It's a happy day, I'm feeling fine. The sun shines here and the world aligns. The cozy breeze whispers through the trees. A perfect moment just for me. Let the sky paint a world of blue. Feel the magic in all you do. Hold the light, let it guide your way. Forever living this golden day. It's a happy day, I'm feeling fine. The sun shines here and the world aligns. The cozy breeze whispers through the trees. A perfect moment just for me. It's a happy day, I'm feeling fine. The sun shines here and the world aligns. The cozy breeze whispers through the trees. A perfect moment just for me. Then your destination will be on the right. ഹരേന്നോ? ഞാൻ വിചാരിച്ച അഗ്ലി ഡക്ലിംഗ് ആയിരിക്കും. അഗ്ലി ഇതൊക്കെ കോഴിയോ ടർക്കിയാണ്? ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയ സൂപ്പറായിരിക്കും, നല്ല മുഴുത്തിരിക്കും. ഓ ഇത് അതിൽ മുഴുത്തു. ഓ ഗിനിക്കോഴി. ഇവിടെ ഇരുന്നിട്ടാണ് ഫിഷ് സ്പാ ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് കുട്ടവഞ്ചി റൈഡ്. അപ്പോൾ ഈ വഞ്ചിയിലിരുന്ന് നമുക്ക് ഫിഷ് ഫുഡ് ഇട്ട് കൊടുക്കാം. ഒരു കൂട്ടം മീനുകൾ നമ്മുടെ വഞ്ചിയുടെ പുറകെ വരും ഈ ഫുഡ് കഴിക്കാനായിട്ട്. റിജ, ഇവരുടെ തന്നെ ഒരു ഫുഡ് കോർട്ടും ഉണ്ട്. ഞങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു മീൽസും ബിരിയാണിയും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഹായ് ഗായ്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾ തിരിച്ചു വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. പ്രൂഫ് നമ്മൾ ഇനി അടുത്ത എവിടെയെങ്കിലും കയറുന്നുണ്ടോ? നമുക്ക് ടൗണിൽ നിന്ന് തീരപ്പൊടി വേണം. പിന്നെ വൈകുന്നേരം ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കറങ്ങിയടിച്ച് പോകായിരുന്നു. ഇപ്പൊ വെയില് എവിടെ പോകുന്ന അറിയില്ല. ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഏതാ പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ആക്ച്വലി. അപ്പോൾ ഹൗ വാസ് ദ ട്രിപ്പ്? എങ്ങനെയായിരുന്നു പ്രൂഫ്? പിന്നെ വന്നൊന്നും മടുത്തിരിക്കുന്നുണ്ട്. പൂജയുടെ കൂടെ വന്നതുകൊണ്ട് അടിപൊളി.
Goodbye.